കാശി മെല്ലെ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. എന്തു പറ്റിയടോ? അമ്മയെ കണ്ടതിന്റെ വിഷമത്തിലാണോ? പിറകിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. പെട്ടെന്നൊരു ഞെട്ടലോടെ യശോദ തിരിഞ്ഞു നോക്കി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രത്യേകമൊരു ഭാവം കാശിയിൽ അവൾ കണ്ടു. കുഞ്ഞു കണ്ണുകളിൽ നീണ്ടുനിൽക്കുന്ന കൺപീലികൾക്കു മീതെ കട്ടിയുള്ള പുരികക്കൊടി ട്രിം ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് താടിക്ക് കീഴെയുള്ള ആ ചുഴി അവൾ വ്യക്തമായി കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരു പെണ്ണും കൊതിച്ചു പോകുന്ന ഉടലളവും സൗന്ദര്യവുമുള്ള പുരുഷൻ. നിക്ക് കുഴപ്പമൊന്നും ഇല്ല കാശിയേട്ടാ, ഞാൻ വേറെന്തോ ഓർത്തു പോയതാ, അവൾ നാണം മറച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഓക്കേ, നമുക്ക് കിടക്കണ്ടേ? കാശി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അവളുടെ ഉടലാകെ വിറച്ചു, കൈകൾ തണുത്ത് മരവിച്ചു. അന്നുവരെ ഒരു പുരുഷനും തന്നിലേക്ക് ഇതുപോലെ ചേർന്നു നിന്നിട്ടില്ല. പെട്ടെന്നൊന്ന് കുതറി മാറിക്കൊണ്ട് അവൾ ജനലരികിലേക്ക് വന്നു. മഴ പെയ്യുന്നത് കണ്ടിട്ടും കാശിയേട്ടൻ ജനൽ അടച്ചില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ട് അവൾ ജനൽ വാതിൽ വലിച്ചടച്ചപ്പോൾ കുഞ്ഞു മഴത്തുള്ളികൾ അവളുടെ നെറ്റിയിൽ മുത്തമിട്ടു. കാശി പരിഭ്രമപ്പെട്ടുള്ള അവളുടെ ചേഷ്ടകളെല്ലാം നോക്കി കാണുകയായിരുന്നു. അവൻ വീണ്ടും അവൾക്കരികിലേക്ക് വന്നു. വിറക്കുന്ന ഉടലുമായി അവൾ ചുമരിനോട് ചേർന്നു നിന്നു. കാശി വീണ്ടും അവളുടെ തൊട്ടരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ മുഖത്തേക്കൊന്ന് നോക്കി. നെറ്റിയിൽ പതിഞ്ഞ തുള്ളികൾ യശോദയുടെ അധരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി. പ്രണയം തേടുന്ന കാശിയുടെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി. തേൻ നുണയുന്ന ഒരു വണ്ടിനെ പോലെ അവൻ ആ മാധുര്യം കവർന്നെടുത്തു. രണ്ടുപേരും സ്വയം മറന്ന് സ്നേഹാലിംഗനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. അവർ പരസ്പരം തങ്ങളുടെ ഉടലുകൾ കൈമാറി. മണ്ണിലേക്ക് പെയ്തിറങ്ങുന്ന പുതുമഴയെപ്പോലെ കാശി അവളിലേക്ക് പെയ്തിറങ്ങി. അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രണയസുഖത്തിൽ മതിമറന്നുപോയ യശോദ കാശിയുടെ മുഖം തന്റെ നഗ്നമായ മാറിടത്തിലേക്ക് ചേർത്ത് പുണർന്നു. അവളുടെ ദീർഘമായ ശ്വസനത്തിൽ ഉയർന്നു പൊങ്ങിയ മാറിടത്തിലെ മറുകുകളെയും അവൻ പതിയെ നുകർന്നെടുത്തു. ഞാനീ ചായ ദാസേട്ടനെ കൊണ്ട് കൊടുത്തിട്ട് വരാം. മോള് ഈ ദോശയൊന്ന് നോക്കിയേക്കണേ. ശ്യാമള അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നേരം യശോദയോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത്. രാത്രിയിലെ മനോഹരമായ നിമിഷങ്ങൾ അപ്പോഴും യശോദയുടെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. എല്ലാവരും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഹരിദാസൻ മാഷ് കാശിയോട് ചോദിച്ചു. നീ എന്നാ കാശി തിരിച്ചു ജോലിയിൽ കയറുന്നത്? പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ യശോദയുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾ തൊട്ടടുത്ത് ഇരിക്കുന്ന കാശിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് മുഖമെടുക്കാതെ മാഷിനോട് പറഞ്ഞു. വരുന്ന സൺഡേ തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യമായി പെട്ടെന്ന് ചെല്ലണമെന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു. അവൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പോയി. എല്ലാം കേട്ടുകൊണ്ട് ശ്യാമള യശോദയെ ഒന്നു നോക്കി. അവൾ തന്റെ പാത്രത്തിൽ വിരലുകൾ വരച്ചിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അന്ന് രാത്രിയിൽ യശോദ വല്ലാത്ത വിഷമത്തിൽ ആയിരുന്നത് കാശിയും ശ്രദ്ധിച്ചു. എന്തു പറ്റി യശു, നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ ഇന്ന്? അതു പിന്നെ കാശിയേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ തിരിച്ചു പോകുന്ന കാര്യം. അവൾ പരിഭവപ്പെട്ടു. നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ എനിക്ക് ഇനി പറ്റില്ല. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ വിറച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. എന്റെ മോള് അതിനാണോ വിഷമിച്ചത്? കാശി അവളുടെ കവിളുകൾ തന്റെ ഇരു കരങ്ങളിലുമാക്കി ചോദിച്ചു. നിന്നെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്, ബട്ട് പെട്ടെന്ന് അത് നടക്കില്ല. റൂം ഒക്കെ റെഡി ആക്കണ്ടേ? പിന്നെ വേറെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു 4 മാസം, അത് കഴിഞ്ഞ് ഞാൻ വരും നിന്നെ കൊണ്ടുപോവാൻ. കാശി അത് പറഞ്ഞുകൊണ്ട് യശോദയുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. കണ്ണുകൾ തുടച്ച് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കരങ്ങൾ അവനെ ചുറ്റിപ്പിടിച്ചു. പിന്നീട് കാശി അവളിൽ മറയായതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ആ രാത്രിയെ വീണ്ടും പ്രണയഭരിതമാക്കി. പിന്നീടുള്ള ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ശ്യാമള അടുക്കളയിൽ കാശിക്ക് കൊണ്ടുപോവാനുള്ള സാധനങ്ങൾ എടുത്തുവെക്കുന്ന തിരക്കിലായിരുന്നു. കൂടെ യശോദയും അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. ബേഗുമായി കാശി മുറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ വേണ്ട സാധനങ്ങളുമായി ശ്യാമള അവനരികിലെത്തി. ഇതാ മോനെ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ യശോദയെ കൊണ്ടുപോകാൻ വരില്ലേ നീ? അപ്പോ കൊണ്ടുപോവാം. അതും പറഞ്ഞുകൊണ്ട് ശ്യാമള യശോദയുടെ കയ്യിലിരിക്കുന്ന കാച്ചിയ എണ്ണയുടെ കുപ്പി ഭദ്രമാക്കി ബേഗിന്റെ പുറത്തുള്ള അറയിൽ വെച്ചു. എന്നാൽ ഞാൻ ഇറങ്ങുവായി, കാശി അമ്മയുടെ ഷോൾഡറിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. യശോദ തന്റെ വിഷാദ ഭാവം മറച്ചു പിടിച്ച് ഒന്ന് പുഞ്ചിരിച്ചു. ഉമ്മറത്ത് ഹരിദാസൻ മാഷ് പത്രം വായിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ പോയി വരാം അച്ഛ, അവൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ കണ്ണടയിൽക്കിടയിലൂടെ ഒന്ന് നോക്കിക്കൊണ്ട് മാഷ് തലയാട്ടി. ബേഗുമെടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാശി വീണ്ടും യശോദയെ അവസാനമായൊന്ന് നോക്കി. നനവാർന്ന മിഴികളോടെ തന്നെ നോക്കുന്ന അവളുടെ മുഖം മനസ്സിൽ പതിപ്പിച്ച് അവൻ ദൂരേക്ക് മറഞ്ഞുകന്നു. നിശബ്ദമായ ആ ഉമ്മറത്തെയും പിന്നിട്ട് യശോദയും ശ്യാമളയും അകത്തേക്ക് പോയി.